ഇന്നലെ രാത്രി 9 മണിക്ക് എത്തേണ്ടിയിരുന്ന വിലാപയാത്രയാണ് ഇന്ന് ഉച്ചയ്ക്ക് 12:30 എത്തിയത്. അതിനുശേഷം വേലിക്കകത്ത് വീട്ടിലെ പൊതുദർശനവും ഇത്തരത്തിൽ തന്നെ ആൾക്കൂട്ടത്താൽ നിറഞ്ഞു കവിഞ്ഞ പൊതുദർശനമായി മാറി എന്നുള്ളതാണ്. ഇപ്പോഴിതാ പാർട്ടി ഓഫീസിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നു. അവിടെ ഒരുപക്ഷെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനം അല്പസമയത്തേക്ക് എന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വിപുലമായ പൊതുദർശനത്തിന് റിക്രിയേഷൻ ഗ്രൗണ്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ മട്ടിൽ സമയം പോയാൽ ഒരുപക്ഷെ ഇനിയും താളം തെറ്റുമെന്ന തിരിച്ചറിവ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെയാണ് ഇവിടെ, അതായത് പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിനുള്ള അവസരം ഒരുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു കഴിയുന്നത്ര പ്രവർത്തകർക്ക് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ VSനെ അവസാനമായി കാണുന്നതിന്, അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നതിന് അവസരമൊരുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടി ഓഫീസിൽ നിന്നുള്ള, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടേക്കാണ് VS അച്യുതാനന്ദൻ്റെ മൃതദേഹം എത്തിക്കുന്നത്. അതായത് വേലിക്കകത്ത് വീട്ടിലെ പൊതുദർശനം പൂർത്തിയായിരിക്കുന്നു. അവിടെ നിന്ന് മൃതദേഹം ഉടൻ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കും. അവിടുത്തെ പൊതുദർശനത്തിന് ശേഷം ആണ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് മൃതദേഹം നീക്കുക. അവിടെയാണ് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമത്തിനായി മൃതദേഹം എത്തിക്കുക. സമയക്രമം പാലിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രവുമല്ല, എത്ര സമയം വേണ്ടിവരും ഈ പൊതുദർശനം എന്നതിൽ പോലും ഇപ്പോഴും വ്യക്തതയില്ലാത്ത സാഹചര്യം ആണ് ഉള്ളത്. VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വൈകാരികമായ ഇടങ്ങൾ ആണ്. വേലിക്കകത്ത് വീട്, ആലപ്പുഴയിലെ പാർട്ടി ഓഫീസ്, അതിനൊക്കെ അപ്പുറത്ത് അന്ത്യവിശ്രമത്തിന് ഇടം നൽകാൻ പോകുന്ന വലിയ ചുടുകാട്. അതാണ് നേരത്തെ സജിത്ത് വാലാനിക്കൽ കുടുംബത്തിൽ ഒളിവിൽ താമസിച്ചതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അവിടെ നിന്ന് പോലീസ് പിടികൂടി അതിക്രൂരമായി മർദ്ദിക്കുമ്പോൾ തൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് പുന്നപ്ര വയലാർ സമര രണാങ്കണ ഭൂമിയിൽ എത്രയോ ത്യാഗം സഹിച്ചവർ ഉണ്ട്. ആ സഖാക്കൾ നേരിട്ട അനുഭവം, അവർ അനുഭവിച്ചത്ര വേദന തനിക്ക് സഹിക്കേണ്ടി വരുന്നില്ലല്ലോ എന്നാണ് VS അന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം വലിയ ചുടുകാട് എന്നത് വൈകാരികമാകുന്ന ഒരിടം കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭൂമി VSൻ്റെ പേരിൽ തന്നെയായിരുന്നു ഒരിക്കൽ ലഭിച്ചിരുന്നത് എന്നതുകൂടിയാണ്. പുന്നപ്ര വയലാർ സമരകാലഘട്ടത്തിൽ നിരവധി ആളുകൾ മരിച്ചു വീണ ഇടം കൂടി ആണിത്. CPMൻ്റേത് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്തിയുറങ്ങുന്ന ഭൂമിയാണത്. TV തോമസും PT പുന്നൂസും KC ജോർജും അടക്കമുള്ളവരുടെ തലമുതിർന്ന CPIM നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്തിയുറങ്ങുന്ന ഇടത്തേക്കാണ്, വലിയ ചുടുകാട്ടിലേക്കാണ് മൃതദേഹം എത്തിക്കുക. അതിനു മുമ്പ് ഇനി പാർട്ടി ഓഫീസിൽ, ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആലപ്പുഴയിലെ പാർട്ടി ഓഫീസ് ആണ്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് മൃതദേഹം എത്തിക്കുന്നു. അതിനുശേഷമാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ. ഡാൻ ചേരുന്നുണ്ട് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന്. ഡാൻ, ഈ പാർട്ടി ഓഫീസിലെ പൊതുദർശനം അത് വളരെ കുറച്ച് സമയത്തേക്ക് എന്ന മട്ടിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ കുറച്ചുകൂടി വിപുലമായ സൗകര്യം ഉള്ളത് റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ്. അവിടേക്ക് കഴിയുന്നത്ര ആളുകളെ എത്തിക്കുക എന്നൊരു രീതി, അല്ലെങ്കിൽ അവിടേക്ക് എത്തട്ടെ എന്ന നിലപാടായിരിക്കണം എന്ന് തോന്നുന്നു. അഭിലാഷ്, DC ഓഫീസിൽ ഏതാണ്ട് ഒരു അരമണിക്കൂർ മാത്രം ഈ പൊതുദർശനം നടത്തി അതിനുശേഷം സുഗമമായി അതിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്ന ഞങ്ങളിപ്പോൾ ഉള്ള മുനിസിപ്പാലിറ്റിയുടെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് VSന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. പക്ഷേ വലിയ ജനബാഹുല്യമുണ്ട്, ആളുകൾ ഒഴുകുകയാണ് ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക്. അതുകൊണ്ട് തന്നെ അവർക്കിടയിലൂടെ ഇവിടേക്ക് എത്തുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായൊരു ദൌത്യവുമാണ്. എന്തായാലും വിശിഷ്ട അതിഥികൾ അടക്കം, പ്രമുഖ വ്യക്തിത്വങ്ങൾ അടക്കം ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി, VSനെ അവസാനമായി കണ്ട് തങ്ങളുടെ പ്രിയ നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മുനിസിപ്പാലിറ്റിയുടെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കാണ്. സ്പീക്കർ AN ഷംസീർ എന്നോടൊപ്പം ചേരുന്നു. VS ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് സമരത്തിന്റെ ആവേശം പകർന്ന ഒരു നേതാവാണ്. ആ നേതാവിനെയാണ് കേരളത്തിന് നഷ്ടമാകുന്നത്. എങ്ങനെ ഓർത്തെടുക്കും? യഥാർത്ഥത്തിൽ ഇന്ന് 24 മണിക്കൂർ പിന്നിട്ടു, ഇപ്പോഴും വിലാപയാത്ര ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തിയിട്ടില്ല. അത് സൂചിപ്പിക്കുന്നത് പ്രായഭേദമന്യേ, തലമുറ ഭേദമന്യേ VS കേരളീയ സമൂഹത്തെ സ്വാധീനിക്കാൻ സാധിച്ച ഒരു നേതാവ് തന്നെയാണെന്നുള്ളതാണ്. അതിന്റെ പ്രതിഫലനമാണ് VSന് കേരളമെമ്പാടും നൽകിക്കൊണ്ടിരിക്കുന്ന അന്ത്യാഭിവാദ്യം. ഇത് കേവലം VS കടന്നു വന്നത് 3 ജില്ലകളുടെ മാത്രമാണ്: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ.
വടക്കൻ ജില്ലകളിൽ നിന്ന് ആളുകളൊക്കെ ഇങ്ങോട്ട് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ VS ജനങ്ങളുടെ നേതാവാണ്. VS ജനങ്ങളെ സ്നേഹിച്ചിരുന്നു, അത്രമാത്രം. തിരിച്ച് ജനങ്ങളും VSനെ സ്നേഹിച്ചതിന്റെ തെളിവാണ് VS നൽകിക്കൊണ്ടിരിക്കുന്ന അന്ത്യാഭിവാദ്യം. ഈ കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം സജീവമായി രാഷ്ട്രീയ രംഗത്തില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം പോലും ആരും അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴും മലയാളികളുടെ ഹൃദയത്തിൽ അദ്ദേഹം ഉണ്ട് എന്ന് വെളിവാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആദരം, അല്ലേ? അതുതന്നെയാണ്. 5 വർഷമായി അദ്ദേഹം മുഖ്യധാര രാഷ്ട്രീയത്തിലില്ലെങ്കിലും VSനെ ജനങ്ങൾ ഓർക്കുന്നു, VSനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രായം മറന്ന് എല്ലാവരും പലരോട് ഒത്തുകൂടിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ദൃശ്യപത്ര മാധ്യമങ്ങളിലൂടെ 90 വയസ്സുള്ള ആളും പ്രായവ്യത്യാസമില്ലാത്ത ആൾക്കാർ, ചെറിയ കുഞ്ഞുങ്ങൾ പോലും VSന്റെ മുദ്രാവാക്യം വിളിക്കുകയും VSന് അന്ത്യാഭിവാദ്യം ചെയ്യുന്നത്. അക്ഷരാർത്ഥത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ വിലാപയാത്രയായി വിലാപയാത്ര മാറിയിരിക്കുകയാണ്. താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എങ്ങനെയാണ് സ്വാധീനിച്ചത്? VS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ SFI സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമായിരിക്കുന്ന കാലം മുതൽ VSനെ നേരിട്ട് കാണുന്ന ആളാണ് ഞാൻ. VSന് പല ഘട്ടത്തിലും അദ്ദേഹം ഞങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട പലരെയും സ്വാധീനിച്ച ജനനേതാവ് തന്നെയാണ് സഖാ VS. ഓക്കെ, അത്തരത്തിലാണ് സ്പീക്കർ എൻ ഷംസീർ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്. ഇപ്പോൾ ഈ ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി സജി ചെറിയാൻ, അദ്ദേഹമാണ് ഇവിടുത്തെ ക്രമീകരണങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന അദ്ദേഹം എന്നോടൊപ്പം ചേരുന്നു. ഇവിടേക്ക് എത്ര മണിയാകുമ്പോൾ ഈ വിലാപയാത്ര എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം? ഇപ്പോ DC ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. DC ഓഫീസിൽ വലിയ തിരക്കാണ്. നല്ല നിലയിൽ ജനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറെങ്കിലും DC ഓഫീസിൽ ഉണ്ടാകേണ്ടി വരും. കാരണം നമ്മുടെ ആളുകളെല്ലാം കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കാരണം VSനെ ഇനി ഒരിക്കൽ കൂടി കാണാൻ പറ്റില്ലല്ലോ. VS അവസാനമായി VSനെ കാണേണ്ടത് വളരെ വൈകാരികമായ ഒരു ആവശ്യമായതുകൊണ്ട്, പ്രത്യേകിച്ച് ആലപ്പുഴക്കാരുടെ വൈകാരിക ആവശ്യം. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും VSനെ കാണാനുള്ള സമയം സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഇപ്പോൾ ഈ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു 4:30-5 മണി കൂടി ഇവിടെ എത്തും. ഇവിടെ ഇപ്പോഴത്തെ നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ നല്ല പ്ലാനിംഗ് ആണ്. 4 ലൈനായിട്ടാണ് ആളുകൾ കയറി കാണാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ജനങ്ങളെ മുഴുവൻ കണ്ടുപോകുമ്പോൾ കുറച്ചേറെ സമയമെടുക്കും. എന്തായാലും ഒരു 7 മണിയോടുകൂടി ഇവിടുന്ന് വിലാപയാത്ര ആരംഭിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ടൈം ടേബിൾ കാര്യമായ മാറ്റം വരും. കാരണം 4 മണി ക്രിമേഷൻ എന്നുള്ളത് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അത്രമാത്രം ജനങ്ങൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടി ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുള്ളത്. ഇവിടെ 2 മണിക്കൂറാണ് അല്ലേ പരമാവധി? അല്ലല്ല, 2 മണിക്കൂറൊന്നുമില്ല. ഇവിടെ വന്ന ആളുകൾക്കെല്ലാം കാണാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ക്രമീകരണം, അതുകൊണ്ട് കടപ്പുറത്ത് തന്നെ ഇത് വെച്ചത്. ഇത്രയും വലിയ സംവിധാനം നമ്മൾ ഒരുക്കിയത്. ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ കൺജക്ഷൻ ഉണ്ടാകും. ജനങ്ങൾക്ക് VSനെ കാണാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലോട്ട് മാറ്റി ഈ കടപ്പുറത്ത് മുഴുവൻ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനം അടക്കം വിപുലമായ ഒരു സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിവേഗത്തിൽ ആളുകൾ കണ്ടുപോയി ക്രിമേഷൻ നടക്കുന്ന വലിയൂടുകാടിലേക്ക് എത്തപ്പെടാൻ കഴിയുമെന്നാണ്. ഇവിടെ 4 കിലോമീറ്ററാണ്, അവിടേക്ക് എത്തപ്പെടാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും അത്തരത്തിലാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ വലിയ LED വോളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ 3 ഇടങ്ങളിലായി ആ വോളുകളിൽ ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ, അദ്ദേഹത്തിന്റെ വിലാപയാത്രയുടെ ദൃശ്യങ്ങളൊക്കെ കാണുന്നതിനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ അദ്ദേഹവും എന്നോടൊപ്പം ചേരുന്നു. മിനിസ്റ്ററെ, VSുമായി ദീർഘവർഷങ്ങളുടെ ബന്ധമുള്ള നേതാവാണ്. എങ്ങനെയാണ് VSനെ ഓർത്തെടുക്കുന്നത് ഈ നിമിഷം? ഞാനിവിടെ ഇരുന്നിങ്ങനെ ആലോചിച്ചത്, VS ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ നടക്കുമായിരുന്നില്ലേ, സമയബന്ധിതമായി നടക്കുമായിരുന്നില്ലേ എന്നൊരു സന്ദേഹമാണ് എനിക്കുണ്ടായത്. അദ്ദേഹം ജനങ്ങളോടൊപ്പം ജീവിച്ച അപൂർവ സവിശേഷതകളുള്ള ഒരു വ്യക്തിയാണ്. VSനെ നിയന്ത്രിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച അദ്ദേഹത്തെ ജനങ്ങളിപ്പോൾ അവസാനമായി നോക്കുകയാണാൻ ഞാൻ മുമ്പിൽ എന്ന നിലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. VSന് ഒരിക്കലും ജനങ്ങളെ അവഗണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ഈ ആദരവ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുകയേ ചെയ്യുള്ളൂ. ആ സന്തോഷം അദ്ദേഹത്തിന് മനഃശാന്തി നൽകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹവുമായി കൂടുതൽ എടുക്കുന്നത്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടികളിലെല്ലാം പോകുമ്പോൾ പല സ്ഥലങ്ങളും സന്ദർശിക്കേണ്ടതായിട്ടുണ്ടല്ലോ. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഞങ്ങളെ LDFിലെ ഘടകകക്ഷികളെയും കൂട്ടിയാണ് അദ്ദേഹം പോവുക.
ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന്റെ സമരവീര്യം കാണാൻ അപ്പോഴാണ്. അപ്പോൾ ഭരണാധികാരി എന്നതിനേക്കാൾ സമരവീര്യം കൊണ്ട് ഉറച്ച മനസ്സും പതറാത്ത കാൽവെപ്പുമായി മുമ്പോട്ട് പോയ നേതാവിനെ എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 1982 എ കെ ആന്റണിയും കൂട്ടരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടു പോകാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് ഞാൻ പറയാൻ അദ്ദേഹത്തെ കണ്ട് പറയാൻ പോയിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു, ആലോചിച്ചാണോ തീരുമാനിച്ചത്? ഞാൻ പറഞ്ഞതെ, ആലോചിച്ചാണ് തീരുമാനിച്ചതെങ്കിൽ ധീരമായി മുമ്പോട്ട് പോവുക, അല്ലെങ്കിൽ ആലോചിച്ചേ തീരുമാനിക്കാവൂ. ഇതൊരു വലിയ ഉപദേശമായി എനിക്ക് എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം നിൽക്കുന്നത്. അതൊരു പിതൃതുല്യമായ ഉപദേശമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നു. എന്റെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ എടുത്തു ചാടി ഒരു കാര്യവും പറയാതിരിക്കാൻ എന്നെ പഠിപ്പിച്ചത് സഖാവ് VS അച്യുതാനന്ദൻ എന്ന വലിയ മനുഷ്യനാണ്. ആ വലിയ മനുഷ്യന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എന്തായാലും അത്തരത്തിൽ സ്മരണകളുടെ കടലിരമ്പമാണ് ഓരോ നേതാക്കളുടെയും മനസ്സിൽ VS അച്യുതാനന്ദനെ കുറിച്ച്. ആ സ്നേഹനിർഭരമായ ഓർമ്മകളാണ് വികാരവായ്പോടെ അവർ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്യുന്നത്.